Hi everyone, all of you welcome to another session of your class. Indira Gandhi Open University Political Science പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. MPS 003 എന്ന കോഴ്സ് കോഡിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റിനെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ സെഷനിലൂടെ നൽകിയിരുന്നു. അതായത് ഫസ്റ്റ് യൂണിറ്റ് ലെഗസി ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ആ ഒരു യൂണിറ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു വീഡിയോ സെഷനിലൂടെ നിങ്ങൾക്ക് പകർന്നു തന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഗാന്ധീസ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് അതിൻ്റെ അടുത്തൊരു ഭാഗം. അപ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിലെ ഗാന്ധിയുടെ ഇടപെടൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പൊളിറ്റിക്കലായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ, ബ്രിട്ടീഷ് റൂളിനെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷൻ, മോട്ടിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1928. അപ്പോൾ ആ ഓരോ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓരോരോ കൂടിയിരിപ്പും അവരെല്ലാം തന്നെ ഓരോരോ ഘട്ടങ്ങളിലായിട്ടോ പലതരത്തിലുള്ള നിവേദനങ്ങളും മുന്നോട്ട് വെച്ച്, അതേപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ, വ്യക്തികൾക്കെതിരെയുള്ളതൊക്കെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനായിട്ടുള്ളത് അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യണം, റിലീജിയസ് ക്രീഡ്, ഇങ്ങനെ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലെ ജാതിഭേദമെല്ലാം ഒഴിവാക്കണം. അങ്ങനെ ഒരുപാട് നിവേദനങ്ങളായിരുന്നു മോട്ടിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928 മുന്നോട്ട് വെച്ചിരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു സെഷനിലൂടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഗാന്ധീസ് കോൺട്രിബ്യൂഷൻ എന്നതാണ്. ഓക്കെ, ഗാന്ധിജിയുടെ സംഭാവന. ഇപ്പോൾ ഗാന്ധിയൻ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്ത് ആദ്യകാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളിലേക്ക് നോക്കുമ്പോഴേക്കും നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചമ്പാരൻ ഇൻ ബീഹാർ. സോ എമംഗ് ദ ഏർലിയസ്റ്റ് ഗാന്ധിയൻ ആക്ടിവിറ്റീസ് ഇൻ ദ സോഷ്യോ എക്കണോമിക് ഫീൽഡ് വെർ ഹിസ് വിസിറ്റ് ടു ചമ്പാരൻ ഇൻ ബീഹാർ ടു സേവ് ദ പേഴ്സൺസ്. ഗാന്ധിജിയുടെ ഇടപെടൽ, ഗാന്ധിജിയുടെ സന്ദർശനം, ബീഹാറിലുള്ള ചമ്പാരൻ എന്നുള്ള ഗ്രാമത്തിലേക്കുള്ള സന്ദർശനം, അവിടെയുള്ള കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഇൻഡിഗോ പ്ലാന്റേഴ്സ് അവിടെ ഇൻഡിഗോ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നീലം കൃഷി എന്ന് പറയില്ലേ, കഞ്ചാവ്, നീലം ഇതുപോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചൂഷണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇൻഡിഗോ പ്ലാന്റേഴ്സ്. അപ്പോൾ എന്താ പറ്റിയേ, ഹിസ് ഇനിഷ്യേഷൻ ഓഫ് പെസൻറ്റ് സത്യാഗ്രഹ അറ്റ് കൈറ ഇൻ ഗുജറാത്ത് അഗെയിൻസ്റ്റ് ഹൈ റവന്യൂ ഡിമാൻഡ്സ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ഹിസ് ഇൻ്റർവെൻഷൻ ഇൻ ദിസ് ലേബർ ഡിസ്പ്യൂട്ട് ഇൻ ദി സാരാഭായ് ടെക്സ്റ്റൈൽ മിൽസ് അറ്റ് അഹമ്മദാബാദ്. അപ്പോൾ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ ഇടപെടലാണ്. പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് കർഷകർ വിധേയമാകുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഇൻഡിഗോ പ്ലാന്റേഴ്സ് അവരുടെ എക്സ്പ്ലോയിറ്റേഷനാണ് കർഷകർ വിധേയരാകേണ്ടി വന്നത്. അപ്പോൾ ഗാന്ധിജി മുൻകൈയെടുത്തു, സത്യാഗ്രഹത്തിന് രൂപം കൊടുത്തു. അത് കർഷകരുടെ സത്യാഗ്രഹത്തിന് നേതൃത്വം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു എന്ന് പറയാം. ആ സത്യാഗ്രഹം നടത്തിയത് ഗുജറാത്തിലെ കൈറയിലായിരുന്നു. കൈറ, KHAR, കൈറ. അത് പ്രധാനമായിട്ടും ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന ഹൈ റവന്യൂ അത് കൊടുക്കാൻ സാധിക്കില്ല, അത് കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ ദ ഗുജറാത്ത് അഗെയിൻസ്റ്റ് ഹിസ് റവന്യൂ ഡിമാൻഡ്സ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ഹിസ് ഇൻ്റർവെൻഷൻ ഇൻ ദ ലേബർ ഡിസ്പ്യൂട്ട്. തൊഴിൽ തർക്കങ്ങളിൽ ഒക്കെ ഇടപെട്ടു. അത് തൊഴിൽ തർക്കത്തിൽ ഇടപെട്ടത് എവിടെ? അഹമ്മദാബാദിലെ സാരാഭായ് ടെക്സ്റ്റൈൽസിലായിരുന്നു അദ്ദേഹം തൊഴിൽ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടത്. അപ്പോൾ ഈ രണ്ട് ഇടപെടലും, ഈ രണ്ട് പ്രവർത്തനങ്ങളും, ദ ഫസ്റ്റ് ടു മൂവ്സ് റിലേറ്റഡ് ടു ദി അഗ്രേറിയൻ എക്കോണമി ഓഫ് ദ കൺട്രി ഇൻ വിച്ച് അബൌട്ട് 95% ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ വെർ ഇൻവോൾവ്ഡ് in the second decade of the 20th century and clearly had an anti-imperialist edge. The third related to the industrial relation within a Indian-owned undertaking. Gandhi's mediation and moral pressure resulted in a happy ending of the dispute. അപ്പോൾ ഇവിടെ വാദങ്ങൾ, തർക്കങ്ങൾ ഇങ്ങനെ പല മേഖലകളിൽ നിലനിൽക്കുന്നു. ഗാന്ധിജി ഇടപെട്ട് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലപാട് കൈക്കൊള്ളുന്നു. അപ്പോൾ ബ്രിട്ടീഷിൻ്റേതായ ആധിപത്യ മനോഭാവത്തെ, ബ്രിട്ടീഷ് ഇൻഡിഗോ പ്ലാന്റേഴ്സിനെ അവരുടെ നിലപാട് മാറ്റിയെടുക്കുവാനായിട്ട് ഗാന്ധിജി ഇടപെടുന്നു. അപ്പോൾ ഈ രണ്ട് ഇടപെടലും അത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗാന്ധിക്ക്, അതായത് കർഷകർക്ക് വേണ്ടി ഇടപെട്ടതും, അപ്പോൾ ഇന്ത്യൻ ജനതയെ ഇവിടെ ആ ഒരു
സെക്കൻഡ് ഡിക്കേഡ് ഓഫ് 20th സെഞ്ച്വറിയിലെ അവർ എക്സ്പ്ലോയിറ്റേഷന് വിധേയമായത്, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് കർഷകരോടൊപ്പം നിന്നുള്ള പ്രവർത്തനം, ഇതെല്ലാം തന്നെ വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിച്ചു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ വിത്തിൻ ദി ഓൺഡ് അണ്ടർടേക്കിങ്സ് ആണ്. അതായത് ഈ ബ്രിട്ടീഷ് ഇൻഡിഗോ പ്ലാന്റേഴ്സ്, അപ്പോൾ അവരുടെ ആധിപത്യ മനോഭാവം, അപ്പോൾ അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് ഗാന്ധിയുടെ മീഡിയേഷൻ, അതായത് ഒരു മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് ഇവരുടെ മേലേക്ക് ഒരു മോറൽ പ്രഷർ ചെലുത്തുകയും അതിനൊരു ഹാപ്പി എൻഡിങ് ഈ തർക്കങ്ങളിലെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗാന്ധിജിയുടെ ഇടപെടൽ സഹായിച്ചു എന്ന് തന്നെ പറയുവാനായിട്ട് സാധിക്കും. The 3 episodes in the early life of Gandhi suggest that whereas Gandhi took a clear anti-imperialistic position, he was in favor of solving class conflict within the Indian society through persuasion. He was not in favor of class struggle within the Indian society. In fact, Ahmedabad experience seems to have led him to pronounce his famous theory of trusteeship that advised the owning class to behave as the trustees of the national wealth in the interest of the working class. In fact, it was probably due to his influence that the Ahmedabad Textile Workers Union kept away from All India Trade Union Congress when it was set up in 1920. Even the Congress leaders did not join it until the party's Gaya conference in 1922. അപ്പോൾ ഗാന്ധിജിയുടെ ഓരോരോ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 എപ്പിസോഡ്സ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്തെന്നാൽ ഗാന്ധിജി എടുത്ത നിലപാടുകളെല്ലാം തന്നെ സാമ്രാജ്യത്വ ശക്തികൾക്ക് എതിരായിട്ടുള്ള നിലപാടുകളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം ക്ലാസ് കോൺഫ്ലിക്റ്റിനെ ഇല്ലായ്മ ചെയ്യുവാനും, അതായത് വർഗസമരങ്ങൾ, പല വർഗങ്ങൾ, പല ജാതികൾ, അപ്പോൾ ഇവിടെ നിലവിലുള്ള ഹൗസ് ആൻഡ് ഹാവ് നോട്ട്സ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അങ്ങനെയൊക്കെയുള്ള വർണ്ണ വിവേചനം ഇവിടെയുണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലവിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അദ്ദേഹം നടത്തിയത്. ആ ഇടപെടൽ പെർസ്വേഷനിലൂടെയുമായിരുന്നു. അതായത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്കൊരു മോറലായിട്ട് അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. ഒരിക്കലും അവരോടൊരു നിർബന്ധിതമായിട്ട് അവരെ ശാസിച്ചുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിരുന്നില്ല ഗാന്ധിജി ശ്രമിച്ചിരുന്നത്. ക്ലാസ് സ്ട്രഗിളിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഹി വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ക്ലാസ് സ്ട്രഗിൾ വിത്തിൻ ദ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിലെ ക്ലാസ് സ്ട്രഗിളിനെ അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. ക്ലാസ് സ്ട്രഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ പല തട്ടുകളായിട്ട് സമൂഹം നിലകൊള്ളുന്നത്. സാമ്പത്തികമായി ഉയർച്ചയുള്ളവരുണ്ട്, സാമ്പത്തികമായി ഉയർച്ചയില്ലാത്തവരുണ്ട്. വർഗരഹിതമായ ഒരു സമൂഹമാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത് എന്നുള്ളതാണ്. സമൂഹത്തിലെ വിവിധ ജനങ്ങളുണ്ട്. അവരുടെ ഇടയിൽ ഒരു തരത്തിലും ഒരു വ്യത്യാസം ഉണ്ടാവാതെ എല്ലാവരും ഈക്വലായിട്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ യഥാർത്ഥത്തിൽ അഹമ്മദാബാദ് എക്സ്പീരിയൻസ്, ചമ്പാരൻ അഹമ്മദാബാദ് എക്സ്പീരിയൻസ് എല്ലാം തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ട്രസ്റ്റിഷിപ്പ്, വിശ്വാസ്യതയോടുകൂടി മറ്റുള്ളവരെ സമീപിച്ചാൽ അത് തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. തിയറി ഓഫ് ട്രസ്റ്റിഷിപ്പ് ദാറ്റ് അഡ്വൈസ്ഡ് ദ ഓണിംഗ് ക്ലാസ് ടു ബിഹേവ് ആസ് ദ ട്രസ്റ്റീസ്. അതായത് ഇവിടെ ഓണിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈലി റിച്ച് പീപ്പിളാണ് ഓണിംഗ് ക്ലാസ്. ഇപ്പോൾ ഭൂമിയാണേലും ഓണർഷിപ്പിൽ കൈവശം വയ്ക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവർ ലാൻഡ് ഓണേഴ്സാണ്. എന്നാൽ അതിന് താഴെയായിട്ടുള്ള തട്ടിലുള്ള കുറേ ആൾക്കാർ കർഷകരാണ്. അപ്പോൾ കർഷകരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി കൈവശം വെക്കുന്ന ആൾക്കാരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർ വേറൊരു ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഓണിംഗ് ക്ലാസ്സും ഉണ്ട്, അതേപോലെ തന്നെ ആരാണ്? ഇവിടുത്തെ കർഷക സമൂഹവുമുണ്ട്. അപ്പോൾ ഇവിടെ കർഷക സമൂഹത്തിനോട് ഇവരെങ്ങനെ ബിഹേവ് ചെയ്യണം? ആസ് ദ ട്രസ്റ്റീസ് ഓഫ് ദ നാഷണൽ വെൽത്ത് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. അപ്പോൾ കർഷക സമൂഹം വർക്കിംഗ് ക്ലാസ് അല്ലേ? ഈ വർക്കിംഗ് ക്ലാസിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം കൈവശ ഭൂമി സ്വന്തമായി വെക്കുന്ന ജനവിഭാഗം എന്ന രീതിയിൽ ഓണിംഗ് ക്ലാസ് പെരുമാറേണ്ടത്. അപ്പോൾ വർക്കിംഗ് ക്ലാസിൻ്റെ താല്പര്യം കൂടി അവർ സംരക്ഷിക്കണം. In fact, it was probably due to his influence that the Ahmedabad Textile Workers Union kept away from the All India Trade Union Congress when it was set up in 1920.
ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സ്വാധീനം ചെലുത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർദ്ദം അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയൻ അവർ ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൽ നിന്നും അകന്നു നിന്നത്. അതിന് രൂപം കൊടുത്തത് 1920-ലാണ് അത് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയൻ അതിൽ നിന്നും അകന്നു മാറി നിന്നിരുന്നു എന്നതാണ് പറയുന്നത്. ഈവൻ ദി കോൺഗ്രസ് ലീഡേഴ്സ് ഡിഡ് നോട്ട് ജോയിൻ ഇറ്റ്. കോൺഗ്രസ് ലീഡേഴ്സും 1922 കോൺഫറൻസ്, അതായത് പാർട്ടിയുടെ ഗയ കോൺഫറൻസ് നടന്നത് 1922-ലാണ്. ഈ 1922-ൽ നടക്കുന്ന ആ ഒരു പാർട്ടി കോൺഫറൻസ് നടക്കുന്ന പീരീഡ് വരെ കോൺഗ്രസ് നേതാക്കൾ പോലും ഇവിടെ നിന്നും മാറി നിന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. വൈൽ ദ കോൺഗ്രസ് fought for the interest of the peasants and the farmers, many of whom actively participated in its satyagrahas, it was not until about the end of the freedom movement that it raised the demand for land reform, that is, abolition of zamindari and other intermediary rights in land and grant of ownership to tillers of land. In fact, as early as 1893, the Indian National Congress had demanded permanent settlement of land as in Bengal in order to protect the landlords against harassing extortions of the landlords in the right-vary areas. അതായത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് രൂപം കൊടുത്തതിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും മുന്നോട്ട് വന്ന് പല കോൺഫറൻസിലും പല ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു, പല നിവേദനങ്ങൾ അക്കാലത്തുള്ള സർക്കാരിന് കൈമാറി. അപ്പോൾ കോൺഗ്രസ്സുകാർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെല്ലാം വോട്ട് ചെയ്തത്, അവർ ഫൈറ്റ് ചെയ്തത്, അവർ പോരാട്ടം നടത്തിയത് കർഷക കുടുംബങ്ങളുടെ, അതേപോലെ തന്നെ സത്യാഗ്രഹയിൽ വളരെ സജീവമായി പങ്കെടുത്ത കർഷക കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അത് ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ആ ഒരു പീരീഡ് മാത്രമായിരുന്നില്ല, അതിന് അപ്പുറത്തേക്കും ഇവരുടേതായ ആവശ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, കർഷകർക്ക് വേണ്ടിയുള്ള ലാൻഡ് റിഫോംസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, സെമീന്ദാരി സിസ്റ്റം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ടില്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഭൂമിയിൽ കൈവശ അവകാശം അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ അവരോടൊപ്പം നിന്ന് അവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ അക്കാലഘട്ടത്തിൽ ശ്രമിച്ചു പോന്നിരുന്നത്. യഥാർത്ഥത്തിൽ 1893 ആദ്യ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തത് എന്തായിരുന്നു? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ലാൻഡ്. എവിടുത്തേതുപോലെ? ബംഗാളിലേതുപോലെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ആക്ട്. അങ്ങനെ ആ ഒരു നിയമം കൊണ്ടുവരണം എന്നവരാവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദ ലാൻഡ് ലോഡ്സ് എഗെയിൻസ്റ്റ് ഹരാസിങ് എക്സോർഷൻ ഓഫ് ദി ലാൻഡ് ലോഡ്സ് ഇൻ ദ റൈറ്റ് വാരി ഏരിയാസ്. റൈറ്റ് വാരീസ് ഏരിയാസിലുള്ള ലാൻഡ് ലോഡ്സിനെ അനാവശ്യമായിട്ട് ഹരാസിങ് എക്സ്റ്റോർഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡ് ലോഡ്സിൻ്റേതായ ചില അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ബംഗാളിൽ നടപ്പിലാക്കിയതുപോലെ തന്നെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങളും അവർ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്നത് ഗാന്ധിസ് സബ്സ്റ്റൻസ് ഓഫ് സ്വരാജ്. സ്വരാജ് എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് ഗാന്ധി വരുന്നത്. ഗാന്ധീസ് സബ്സ്റ്റൻസ് ഓഫ് സ്വരാജ്. അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഓൺ January 26, 1930, കോൺഗ്രസ്മെൻ all over country took the pledge of complete independence as demanded in the Lahore Resolution of December 1929. On January 30, 1930, in Young India, Gandhiji laid down his perception of the substance of independence as follows. അതായത് ഇതിൻ്റെ ആശയം പറയുന്നത് 1930 ജനുവരി 26 എല്ലാ കോൺഗ്രസ്സുകാരായ പ്രവർത്തകർ രാജ്യമൊട്ടുക്കുള്ള എല്ലാവരും കൂടി ഒരു പ്രതിജ്ഞ എടുത്തു. എന്താണ്? നമുക്ക് രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നമുക്ക് ആവശ്യപ്പെടണം. അത് 1929 ഡിസംബറിൽ നടന്ന ലാഹോർ റെസൊല്യൂഷനിലാണ്. അത് ആ കോൺഫറൻസാണ്. 1929 ഡിസംബറിൽ കോൺഗ്രസിൻ്റെ ലാഹോർ റെസൊല്യൂഷൻ നടന്നപ്പോൾ അവിടെയാണ് അവർ പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ടാകണം എന്ന രീതിയിൽ അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. 1930 ജാനുവരി 30 അദ്ദേഹം ഗാന്ധിജി യങ് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതിൻ്റെ ആശയം എന്തെന്നുള്ളതിനെ പറ്റി അദ്ദേഹം അതിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു. സബ്സ്റ്റൻസോ അതിൻ്റെ കാതലായ ആശയം എന്താണ്? സ്വരാജ് എന്ന് പറയുമ്പോൾ അല്ലെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാതലായ ആശയം എന്താണ് എന്നുള്ളതിനെ പറ്റി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഒന്ന്, ടോട്ടൽ പ്രോഹിബിഷൻ.
2. റിഡക്ഷൻ ഓഫ് പൗണ്ട് റുപ്പി എക്സ്ചേഞ്ച് റേഷ്യോ ഫ്രം 1 shilling 6 pence to 1 shilling 4 pence. 3. റിഡക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ ബൈ അറ്റ്ലീസ്റ്റ് 50% ആൻഡ് മേക്കിംഗ് ഇറ്റ് സബ്ജക്റ്റ് ടു ലെജിസ്ലേറ്റീവ് കൺട്രോൾ. 4. അബോളിഷൻ ഓഫ് സെയിൽ ടാക്സ്. 5. റിഡക്ഷൻ ഓഫ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ ബൈ അറ്റ്ലീസ്റ്റ് 50% ടു ബിഗിൻ വിത്ത്. 6. റിഡക്ഷൻ ഓഫ് സാലറീസ് ഓഫ് ദ ഹയസ്റ്റ് ഗ്രേഡ് സർവീസസ് ബൈ ഹാഫ് ഓർ ലെസ് സോ ആസ് ടു സ്യൂട്ട് ദ റെഡ്യൂസ്ഡ് റവന്യൂ. Then 7th point, protective tariff on foreign cloth. 8th, passage of coastal traffic reservation bill. 9, discharge of all political prisoners save those condemned for murder or attempt to murder or trial by ordinary judicial tribunals and withdrawal of all political prosecutions. Then 10, abolition of CID or its popular control. 11, issue of licenses to use firearms for self-defense subject to popular control. അപ്പോൾ ഗാന്ധി സബ്സ്റ്റൻസ് ഓഫ് സ്വരാജ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ച ഐഡിയാസ് ഇതെല്ലാമാണ്. ടോട്ടൽ പ്രൊഹിബിഷൻ, അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് ഡിസ്ചാർജ് ഓഫ് ആൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, സേവ് ദോസ് കണ്ടംപ്ഡ് ഫോർ മർഡർ ഓർ അറ്റംപ്റ്റ് ടു മർഡർ ഓർ ട്രയൽ ബൈ ഓർഡിനറി ജുഡീഷ്യൽ ട്രിബ്യൂണൽസ് ആൻഡ് വിത്ഡ്രോയൽ ഓഫ് ആൾ പൊളിറ്റിക്കൽ പ്രോസിക്യൂഷൻസ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു പോയിൻ്റായിട്ട് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന പോയിൻറ്റ്സേ അതിലുള്ളത്. അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ the demands, it can be seen watered down the concept of complete independence envisaged by the Lahore resolution of the Congress. അപ്പോൾ ഇതാണ് ആശയം. ലാഹോർ റെസൊല്യൂഷനിലെ, കോൺഗ്രസിൻ്റെ ലാഹോർ റെസൊല്യൂഷനിലെ അവർ വിഭാവന ചെയ്തിരുന്ന കംപ്ലീറ്റ് സ്വരാജ് എന്ന് പറയുമ്പോഴേക്ക് അവർ ആവശ്യപ്പെട്ടിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഓൺ ദി അതർ ഹാൻഡ് all of them except the first had an anti-imperialist edge. Further, except for the 9th and 10th demand, all of them had an economic bearing. അപ്പോൾ ഈ പറയുന്ന 11 പോയിൻറ്റ്സിൽ ആദ്യത്തേത് ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ ബാക്കി നോക്കുമ്പോഴെല്ലാം അതൊരു സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ചില ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല അതിനേക്കാൾ ഉപരി 9ഉം 10ഉം അതിൽ പറയുന്നത് ഡിസ്ചാർജ് ഓഫ് ആൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, അബോളിഷൻ ഓഫ് CID ഓർ ഇറ്റ്സ് പോപ്പുലർ കൺട്രോൾ. അപ്പോൾ ഇവയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റേതായ ഒരു എക്കണോമിക് ബിയറിങ്സ്, സാമ്പത്തികമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അല്ല അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ പോയിൻറ്റ്സാണ് ഗാന്ധി സബ്സ്റ്റൻസ് ഓഫ് സ്വരാജ്, ഗാന്ധീസ് കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിനെ തുടർന്ന് ബാക്കിയുള്ള ഭാഗം അടുത്തൊരു വീഡിയോ സെഷനിൽ തരാം. ഈ പറയുന്ന കോഴ്സ് കോഡിലുള്ള MPS 003 കോഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള PG സ്റ്റുഡൻസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.